സന്താന പരമ്പര നിലനിൽക്കാത്തിടത്തോളം കാലം രാജ്യത്തിന് അനന്തരാവകാശിയില്ല. ഭീഷ്മരാകട്ടെ വിവാഹമേ കഴിക്കില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തു. ഇനി എന്തു ചെയ്യും? അവസാനം സത്യവതി മാതാവ് വ്യാസനെ സ്മരിച്ചു. വ്യാസൻ അവിടെ വന്നു. വ്യാസനോട് പറഞ്ഞു, ആപദ്ധർമ്മം എന്ന് പറയും, ഈ സന്താന പരമ്പര നിലനിർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഈ അംബാലികമാരിൽ നീ പുത്രോത്പാദനം ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞാൽ അനുസരിക്കാതെ കണ്ടു വയ്യ എന്നുള്ളത് കൊണ്ട് അമ്മയുടെ വാക്കിനെ അനുസരിക്കാൻ മാത്രമായിട്ട് വ്യാസൻ അംബാലികമാരിൽ പുത്രോത്പാദനം ചെയ്തു. മറ്റൊരു ദാസി സ്ത്രീയിലും പുത്രോത്പാദനം ചെയ്തു. അങ്ങനെയാണ് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരർ 3 പേരുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ വ്യാസൻ്റെ വഴിക്ക് പോയി. വേണമെങ്കിൽ അവിടെ കൊട്ടാരത്തിൽ രാജകീയമായ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവിടെ താമസിക്കാമായിരുന്നു വ്യാസന്, ഒരു തടസ്സവുമില്ല. പക്ഷേ അങ്ങനെ യാതൊരാഗ്രഹമോ കാമമോ ഇല്ല. അപ്പോൾ കാമത്തിൻ്റെ കണിക പോലും ഇല്ലാതെ പുത്രോത്പാദനം വരെ ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തരല്ലേ ഈ ചെയ്യുന്നത്.